ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്? ഇനി ഡൽഹിയിൽ തന്നെ ഇവിടെ NCPയുടെ മഹാരാഷ്ട്രയിലെ മരണം. അതിനുശേഷം ഉപമുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് പവാറിന്റെ ഭാര്യ പവാർ തന്നെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടെ നിയമസഭാ കക്ഷി യോഗമുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീകാന്ത് പ്രഫുൽ പട്ടേലിന്റെ പേരൊക്കെ പരിഗണിച്ചിരുന്നു. അങ്ങനെ ചില പേരുകൾ പരിഗണിച്ചിരുന്നു. പക്ഷേ സുനേത്രയ്ക്ക് തന്നെയായിരുന്നു അന്നേരവും ഒരു കൂടുതൽ സാധ്യത. കാരണം അവർ MP ആണ്, ഒരു വ്യക്തിയാണ്, ധീരയായ ഒരു പെൺകരുത്തുകൂടിയാണ്. പറയണം, കാരണം ഭർത്താവ് മരിച്ചെങ്കിലും തയ്യാറാണ് തന്റെ പതി അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ച മേഖല, അദ്ദേഹം ജനങ്ങളെ ഉൾക്കൊണ്ട രീതിയിൽ, അതേ രീതിയിൽ താൻ തയ്യാറാണെന്നുള്ള ഒരു. അജിത് പവാറിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്, അത്രയും പ്രിയപ്പെട്ട ഒരു ജനകീയ നേതാവാണ്. അവരുടെ സ്ഥാനത്തേക്കാണ് ഈ പത്നി വരുന്നത്. അവരും ആ രീതിയിൽ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ശ്രീകാന്ത് ശരിയാണ് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഔദ്യോഗികമായ തീരുമാനമായി കഴിഞ്ഞു. സുനേത്ര തന്നെ ഉപമുഖ്യമന്ത്രിയാകും. ഇനി അതുമായി ബന്ധപ്പെട്ട നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടതുണ്ട്, ഔദ്യോഗിക പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. പിന്നീടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? സുരേഷ്, ബാരാമതിയുടെ ദാദ അകാല വിയോഗം അദ്ദേഹത്തിൻ്റെത് സംഭവിച്ചു. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു അത്. കാരണം ഈ അടുത്ത കാലത്തെങ്ങും തന്നെ മഹാരാഷ്ട്രയിൽ ഇത്രയധികം ഞെട്ടിച്ച, ഇത്രയധികം ആളുകളെ, അവിടുത്തെ രാഷ്ട്രീയ മേഖലയിലുള്ളവരെ, ഈ NCPയുടെ എന്ന് മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം അടുത്തിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മുഴുവൻ ജനങ്ങളുമായും സാധാരണക്കാരുമായും വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു അജിത് ദാദ. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് തന്നെ അതിന് ഉദാഹരണമാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര, 63-കാരിയാണ്, അവരെത്താൻ പോകുന്നു. അവർ MP കൂടിയാണ്, എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുനേത്ര ഇപ്പോൾ ഈ പദവി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. അവർ അതിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. NCP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. വൈകിട്ട് 5 മണിയോടെ എന്നുള്ളതാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇപ്പോൾ ചടങ്ങിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 63-കാരിയും രാജ്യസഭാ MPയുമായ സുനേത്ര മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി എന്ന റെക്കോർഡോടെയാണ് ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബത്തിൽ അംഗമാണെങ്കിലും ഈ തരത്തിൽ ഇത്രയും ഹയർ പൊസിഷനിലേക്ക് ഇതിനു മുൻപ് സുനേത്ര വന്നിട്ടില്ല എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. അവർ താരതമ്യേന ഇത്ര വലിയൊരു പദവിയിലേക്ക് അവർ ഒരു ന്യൂക്കമറാണ് എന്ന് തന്നെ പറയാം. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അവർക്ക് അപരിചിതത്വം ഒട്ടും തന്നെയില്ല. പവാറിന്റെ തട്ടകത്തിൽ ബാരാമതിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവരെ അവിടെ നിന്നും നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനവുമായിരിക്കുന്നത്. NCP നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി കൊടുത്ത ഒരു ഉത്തരം എന്താണെന്നാൽ അത് NCP എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം BJP നിൽക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുനേത്ര എത്താൻ പോകുന്നത്. ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ചു പറയാം, കഴിഞ്ഞ ദിവസം അജിത് ദാദയുടെ സംസ്കാര ചടങ്ങുകൾക്ക് അവിടേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ അജിത് പവാറിനോടുള്ള സ്നേഹം, അജിത് പവാറിനോടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം എന്ത് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപത്നിക്ക് അത് സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളൂ. വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. ശ്രീകാന്ത്, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് പ്രഫുൽ പട്ടേൽ അടക്കമുള്ള ചില നിരവധി പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരും ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്തുകൊണ്ട് സുനേത്ര പവാർ? അദ്ദേഹത്തിന്റെ പത്നി ആയതുകൊണ്ട് മാത്രമാണോ, അതോ അവരുടെ നിശ്ചയദാർഢ്യവും കരുത്തും കണ്ടു തന്നെയാണോ? എന്തുകൊണ്ടാണ് ഈ സ്ഥാനം സുനേത്രയിലേക്ക് എത്തുന്നത്?
അതിൽ പല ഘടകങ്ങളുണ്ട്. അതിലൊരു രാഷ്ട്രീയ ഘടകം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പവാർ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി ഉണ്ടാവുക എന്നുള്ളതാണ്. NCP എന്നാൽ അത് മഹാരാഷ്ട്രയിൽ പവാർ കുടുംബമാണ്. അതിപ്പോൾ ശരത് പവാറും അജിത് പവാറും സ്പ്ലിറ്റായി പോയതിനു ശേഷവും നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ശരത് പവാറിന്റെ വിഭാഗത്തിൽ ശരത് പവാർ സുപ്രിയ സുലെയാണ് ഉയർത്തി കാണിച്ചത്, മകളെയാണ്. അതോടൊപ്പം അജിത് പവാർ ഒരു വശത്ത് വന്നപ്പോൾ NCP അജിത് പവാർ പക്ഷം എന്ന രീതിയിലേക്ക് മാറി. അവർ വന്നപ്പോൾ അജിത് പവാർ തന്നെയായിരുന്നു അതിന്റെ നേതാവായി ഉയർന്നു വന്നത്. അവിടെയും പ്രഫുൽ പട്ടേലിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയമാണ് ഇത്. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുന്ന രീതി തൽക്കാലം കുടുംബ രാഷ്ട്രീയം പിന്തുടർന്നു പോരുന്ന NCP പോലെയുള്ള പാർട്ടികൾക്ക് അവകാശപ്പെടാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പവാർ കുടുംബത്തിന് പുറത്തേക്കൊരു പേര് പല മാധ്യമങ്ങളും എഴുതി കണ്ടെങ്കിലും നേരത്തെ ഉറപ്പായിരുന്നു പവാർ കുടുംബത്തിൽ നിന്നും ഒരാൾ എത്തും എന്നുള്ളത്. അത് സുനേത്രയായി മാറി എന്നുള്ളതാണ്. രണ്ട്, അവരെ നമുക്കൊരു കാരണവശാലും രാഷ്ട്രീയ രംഗത്ത് വില കുറച്ച് കാണാൻ സാധിക്കില്ല. അവർ കരുത്തുറ്റ വനിതയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഈ ഘട്ടത്തിൽ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് ഇതുപോലെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അതവർ കൃത്യമായി പാലിച്ചു എന്നുള്ളതാണ്. പാർട്ടി ആവശ്യപ്പെട്ടു, സാഹചര്യം അത് ആവശ്യപ്പെടുന്നു, അവർ ആ തീരുമാനമെടുക്കാൻ നിർബന്ധിതയാവുകയും ചെയ്തു, അവരതിന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ട്, അവർ രാജ്യസഭാ MP കൂടിയായിരുന്ന് അവർക്ക് അതിന്റെ അനുഭവ പരിചയം കൂടിയുണ്ട്, അതും ഗുണകരമായിട്ടുണ്ട്. പ്രഫുൽ പട്ടേലിന്റെ ഒന്നും പേരുകൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി എന്നതിനപ്പുറം പവാർ കുടുംബം അത് സീരിയസ് ആയി എടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അജിത് പവാർ മടങ്ങി ശരത് പവാർ പക്ഷത്തേക്ക് വന്ന് ഒരുമിച്ച് നീങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അജിത് പവാറിന്റെ വിയോഗം സംഭവിക്കുന്നത്. സ്വാഭാവികമായും ശരത് പവാറിനെ പോലെ ഒരു അതികായൻ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമ്പോൾ തീരുമാനം അന്തിമമാണ്, അത് അദ്ദേഹത്തിന്റെ തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്ന വിവരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് സുനേത്ര പവാർ അധികാരത്തിലേക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. ശരി ശ്രീകാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് 5 മണിക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും എല്ലാം കൊണ്ടും ഇപ്പോൾ ഭാര്യ സുനേത്രയ്ക്ക് തന്നെയാണ്, അവർ തന്നെയാണ് ഏറ്റവും അനുയോജ്യ, അല്ലെ? കാരണം എല്ലാ യോഗ്യതയുമുണ്ട് ആ ജനങ്ങളെ ഭരിക്കാൻ, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള എല്ലാ ഭരണ തികവും മികവുമുണ്ട്. സ്തംഭത്തുണ്ട്, രാഷ്ട്രീയ ഘടകങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അവരുടെ നിശ്ചയദാർഢ്യവും കരുത്തും ഒക്കെ അവർക്ക് തുണയായി ഈ രാജ്യസഭ MP ആയി പ്രവർത്തിച്ച ആ ഒരു അനുഭവ സമ്പത്തൊക്കെ ഇതിൽ പ്രധാന ഘടകങ്ങളാകുമെന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് പങ്കുവച്ച വിവരം. എന്തായാലും 5 മണിക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാകും. KP ഉപമുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭർത്താവ് മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഒരു വേദന, കണ്ണീരുണങ്ങുന്നതിന് മുമ്പേ ഒരു വൈകാരികമായ സത്യപ്രതിജ്ഞയായി കൂടി നമുക്കിതിനെ കാണാം. കരുത്തുറ്റ സത്യപ്രതിജ്ഞയായും കാണാം.